നമസ്കാരം. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരാഘോഷമാണ്. അപ്പോൾ എന്താണ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഒരു പ്രാധാന്യം? ബ്രസ്റ്റ് ഫീഡിങ് പലപ്പോഴും ആർക്കാണ് പ്രാധാന്യം കിട്ടുന്നത്? അത് ആർക്കാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത്? അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണമുള്ള ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ്. അമ്മയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയും കുഞ്ഞും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാകുവാൻ അത് സഹായിക്കും. അത് മാനസികമായിട്ട് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും നൽകാനും അവർക്ക് ആ ഒരു ഗർഭകാല പ്രസവവും ഗർഭകാലത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറാനും അത് സഹായിക്കും. രണ്ടാമതായിട്ട് അമ്മയ്ക്ക് അമിത വണ്ണം വെക്കാതിരിക്കാൻ പലപ്പോഴും മുലയൂട്ടൽ സഹായകമാകാറുണ്ട്. മുലയൂട്ടുന്ന അമ്മമാരുടെ വണ്ണം അഥവാ ഗർഭകാലത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് കുറയുകയും ചെയ്യും. മൂന്നാമതായിട്ടുള്ള ഈ വണ്ണം കുറയുന്നതും ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് തന്നെ നന്നായി മുലയൂട്ടുന്ന അമ്മമാർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രമേഹം, കൊളസ്ട്രോള്, പ്രഷർ, ഹാർട്ടിന് അസുഖങ്ങൾ ഇവയൊക്കെ ഭാവിയിലായാലും വരാനുള്ള സാധ്യത കുറവാണെന്നാണ്. ഏറ്റവും വലിയൊരു പ്രാധാന്യം ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ എന്ന് പറയുന്നത് ശരിക്കും അമ്മയ്ക്ക് ബ്രസ്റ്റിനും അതുപോലെ ഓവറിക്കും യൂട്രസിനും ഒക്കെ ക്യാൻസർ വരാനുള്ള സാധ്യത നന്നേ കുറയും എന്നാണ് എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയും കുഞ്ഞും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാകുവാനും അതേപോലെ തന്നെ വളരെയധികം ഒരുപാട് ചിലവുള്ള കാര്യമൊന്നുമല്ല. നമ്മളിപ്പം ഫോർമുല ഫീഡ് അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ചിലവും ബുദ്ധിമുട്ടും കുഞ്ഞിന് പല ഇൻഫെക്ഷൻസ് വരാനും സാധ്യതയുണ്ട്. അതിൻ്റെ എല്ലാം ചിലവുകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇവയെല്ലാം നമുക്ക് മാറ്റാൻ കഴിയും. അതേപോലെ എവിടെ പോയാലും അമ്മയ്ക്ക് കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാം, ഏത് യാത്രയ്ക്കും എവിടെയും കൊണ്ടുപോകാം. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ അതിൻ്റെ പാരലായിട്ട് അങ്ങ് നടന്നു പോകും. ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് അമ്മയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോക മുലയൂട്ടൽ വാരാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും അങ്ങേയറ്റം പറ്റുമെങ്കിൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് 6 മാസവും അതിനുശേഷം മറ്റ് ചെറിയ ചെറിയ ഫുഡ് കൊടുത്താൽ ഏതാണ്ട് 1-1.5 വയസ്സ് വരെയെങ്കിലും കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അമ്മയുടെ ആരോഗ്യത്തിനും അമ്മയുടെ പൂർണ്ണ ആരോഗ്യത്തിനും പഴയപടി അമ്മയുടെ യൂട്രസും മറ്റ് അവയവങ്ങളും എല്ലാം എത്തിച്ചേരാനും എല്ലാം ഇത് അങ്ങേയറ്റം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്.